ഞാനും മാനസും ചെറിയൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തു. വേറൊന്നുമല്ല, ചെറിയൊരു സിനിമ കാണാൻ. മാത്രമല്ല, 2 കുട്ടികളുള്ള ബിസി ലൈഫിൽ നിന്ന് ചെറിയൊരു ഒളിച്ചോട്ടാണ് കേട്ടോ അത്. 2 പിള്ളേരെയും എൻ്റെ വീട്ടിലേൽപ്പിച്ച് ഞാൻ മാമത്തുനിന്നാട്ടോ പോകുന്നത്. എനിക്കിവിടുന്ന് നടന്നു കയറാവുന്ന ദൂരമേ ഉള്ളൂ ഗംഗാ തിയേറ്ററിലേക്ക്. സമയം ഏതാണ്ട് 6 മണിയാകാറായി. ഞാൻ വീട്ടിൽ നിന്ന് പതിയെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. മാനസ് വരുന്നതേ ഉള്ളൂ. എല്ലായിടത്തും ലേറ്റായിട്ട് വരുന്ന മാനസ് ഇന്നും പതിവ് പോലെ എന്നെ പോസ്റ്റാക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയം ഉണ്ടായിരുന്നില്ല. ഞാൻ പതിയെ എത്തിയപ്പോഴത്തേക്കും തിയേറ്ററിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞാൻ പതിയെ അകത്തോട്ട് കയറാനും തുടങ്ങി. ഞങ്ങൾ പ്രണയിക്കുന്ന കാലം തൊട്ടേ എന്നെ പോസ്റ്റാക്കിയുള്ള ശീലം മാനസ് ഇപ്പോഴും അതുപോലെ മാറാതെ സൂക്ഷിക്കുന്നുണ്ട്. ദേ, എല്ലാവരും തിയേറ്ററിനകത്ത് കയറി. ഞാൻ മാത്രം ഒറ്റയ്ക്ക് വെളിയിൽ ഇങ്ങനെ നിൽക്കുക, മാനസിനെ വെയിറ്റ് ചെയ്ത്. എല്ലാ കാര്യത്തിലും എല്ലായിടത്തും ലാസ്റ്റ് മൊമെൻറ്റിൽ എത്തുക എന്നുള്ള അവൻ്റെ ശീലം അവൻ ഒരിക്കലും മാറ്റാറില്ല. ദേ, ഞങ്ങളെ തിയേറ്ററിലോട്ട് കാലെടുത്ത് കുത്തിയപ്പോഴേക്കും സിനിമ തുടങ്ങിക്കഴിഞ്ഞു. അന്നേരം പിന്നെ പോപ്കോണും ജ്യൂസും ഒന്നും വാങ്ങാൻ സമയം കിട്ടിയില്ല. എന്നാലും ഇൻ്റർവെല്ലായപ്പോഴേക്കും ഒരു സെറ്റ് പോപ്കോണും ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് മാനസിനെ സോപ്പിട്ടങ്ങ് വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ബാക്കി സിനിമ പോപ്കോണൊക്കെ കണ്ട് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ആയിട്ടിരുന്ന് കണ്ടു.